I've always liked to play with fire. ഈ പെണ്ണ് ഇത്ര നേരമായിട്ട് എവിടെ പോയി കിടക്കുക? ആർക്കറിയാം, ഇന്നെങ്കിലും നേരത്തെ വന്നാ മതിയായിരുന്നു. അതെ, നീയൊന്ന് അങ്ങോട്ട് നോക്കിയേ. ഓ എന്റെ ദൈവമേ, ഇന്നെങ്കിലും നേരത്തെ വന്നല്ലോ. പിൻ ഇല്ലാതെ ഊരിലെ അടിയാൻ പൂ കേൾപ്പതില്ലേ, പിൻ ഇല്ലാതെ ഊരിലെ പുതിതാൻ പൂ പൂപ്പതില്ലേ. എന്താണ് ഇവിടെ ഒരു ടോക്ക്? എന്നെ പറ്റിയാണോ? അതേടി, നിന്റെ കല്യാണക്കാരി സംസാരിച്ചത്. ആണോ? ആരാ പയ്യൻ? അയ്യടാ, അറിയാൻ എന്താ ഒരു മോഹം. ഓ മതി, ഇന്ന് പുതിയ പ്രൊഫസർ ജോയിൻ ചെയ്യുവാന്നാ കേട്ടെ. ഇന്നെങ്കിൽ ക്ലാസ്സിൽ നേരത്തെ കയറാം, വാ. Hello students. ഞാൻ നിങ്ങളുടെ ന്യൂ ബയോളജി പ്രൊഫസറാണ് നിതിൻ. ബാക്കിയൊക്കെ നമുക്ക് പിന്നെ പരിചയപ്പെടാം. സാറ് വന്നു. അയ്യോ, സാറ് വന്നു. എന്താ അവിടെ? അത് സാർ, ഒരു സാറ് ക്ലാസ് എടുക്കാൻ വന്ന സമയത്താണോ കിടന്നുറങ്ങുന്നത്? സോറി സാർ. ഇപ്പോഴത്തേക്ക് ക്ഷമിച്ചു, എപ്പോഴും ഇങ്ങനെ ആയിരിക്കണമെന്നില്ല. അപ്പൊ ശരിയടി, നാളെ കാണാം. നിങ്ങൾ ഒരുമിച്ചല്ലേ പോകുന്നേ? അതെ. എന്നാ നാളെ കാണാം. നിങ്ങൾ പൊക്കോ, നേരെ ഒരുപാടായി. ആ നീ വന്നു, നീ പോയി ഫ്രഷ് ആയിട്ട് വാ, ഞാൻ ഫുഡ് എടുത്ത് വെക്കാം. ആ അമ്മ. എന്തെടുക്കുക മോളെ? കണ്ടിട്ട് എന്ത് തോന്നുന്നു? പഠിക്കുവാണെന്ന്. അറിയാലോ, പിന്നെന്തിനാ ചോദിക്കുന്നേ? മോള് വല്ലാതെ അങ്ങ് ക്ഷീണിച്ചു പോയി. വല്ലതും കഴിച്ചായിരുന്നു? അജയേട്ടാ, സോപ്പ് ഇടണ്ട, പതയത്തില്ല. മനസ്സിലായില്ലേ? ആ മനസ്സിലായി. വന്ന കാര്യം പറ. എനിക്കില്ലേ ഒരു കൊച്ചിനെ ഇഷ്ടപാടി. ആരെ? അത് നിന്റെ ഫ്രണ്ടില്ലേ, കാവ്യ. അവളോ? ആടി, അവള് തന്നെ. അവൾ ഓർഫണല്ലേ, അവളെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. എനിക്ക് കുഴപ്പമൊന്നുമില്ല. അവൾ എൻ്റെ നാത്തൂനായിട്ട് വരുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ബട്ട് അവൾക്ക് ഏട്ടനെ ഇഷ്ടമായിരിക്കൂ? ആവും. അല്ല, ആണ്. ഞങ്ങൾ സെറ്റായിട്ടേ 1 വർഷമായി. ഇപ്പോഴേലും പറഞ്ഞല്ലോ. പിന്നെ എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. നിങ്ങളുടെ വായിൽ നിന്ന് കേൾക്കാനാ ഇത്രയും നാളെ വെയിറ്റ് ചെയ്ത്. പക്ഷെ അവൾ എന്നോടൊന്നും പറഞ്ഞില്ല. ഞാൻ അവളോട് പറഞ്ഞേ ഈ കാര്യം ഞാൻ തന്നെ മോളോട് പറയാന്ന്. അതൊക്കെ ഓക്കെ. നമ്മുടെ അച്ഛനും അമ്മേനെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. നീ എന്റെ മുത്താണ് ഉമ്മ. ഈ ഏട്ടൻ്റെ ഒരു കാര്യം. അമ്മേ, ഇന്നെന്താ കഴിക്കാൻ? അപ്പവും മുട്ടക്കറി. ഓ, അമ്മക്കിതൊന്ന് മാറ്റി പിടിക്കാനായില്ലേ? എന്നും കഴിച്ച് മടുത്തു. നിനക്ക് വേണ്ട, കഴിക്കണ്ട. അമ്മ ഫുഡ്. അതാ ഇങ്ങേർക്ക് കൊടുക്ക്, ഇല്ലേ നമ്മളെയും കൂടി പിടിച്ചു തിന്നും. ഡാ, ഏട്ടാന്ന് വിളിക്കുന്ന വാ കൊണ്ട് എന്നെ കൊണ്ട് വേറൊന്നും വിളിപ്പിക്കരുത്. ആഹാ, നീ ഇങ്ങോട്ട് വാടാ വിളിക്കാൻ. ആ, ഞാൻ വിളിക്കും. നീ എന്ത് ചെയ്യും? ഓ, രാവിലെ തന്നെ തുടങ്ങിയവരുണ്ട്. തുടങ്ങും. നിനക്ക് വല്ല കുഴപ്പമുണ്ടോ? രാവിലെ തന്നെ ഞാൻ ആരോടും വഴക്കില്ല. ഞാൻ പോന്നു, ടാറ്റ. എടി കൊച്ചു വല്ലതും കഴിച്ചിട്ട് പോ. അപ്പൊ അല്ലേ, എനിക്ക് വേണ്ട, ഞാൻ ക്യാൻറ്റീനിൽ നിന്ന് കഴിച്ചോളാം. അവള് പോയി, ഞങ്ങൾക്ക് താമ കഴിക്കാൻ. നീ വന്ന ഞങ്ങൾ പേടിച്ചിരിക്കുമായിരുന്നു നീ ഇനി വരാൻ താമസിക്കുമെന്ന്. എടി, ആ നിതിൻ സാറിനെ കാണാൻ എന്ത് ഭംഗിയല്ലേ. അങ്ങനെ ഞാൻ തന്നെ കേട്ടു. അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. അങ്ങേരെ എൻ്റെയാ, ഹീസ് ഓൺലി മൈൻ. പിന്നെ സാർ ആരുടെയാണെന്ന് നമുക്ക് കാണാം. ഇവരന്മാരെ ആള് കൊള്ളാലോടി. ഇവരുടെ കാര്യം നോക്കൂ. അങ്ങേർക്ക് വേണ്ടി ഫ്രണ്ട്സ് തന്നെ തമ്മിൽ തല്ലുന്നു. കഷ്ടം തന്നെ ഇവളുമാരുടെയൊക്കെ കാര്യം. ഇതാ സാറ് വന്നല്ലോ. ഹോംവർക്ക് ചെയ്യാത്തവർ എഴുന്നേറ്റോ? നിങ്ങൾ എഴുതിയോ? ഞാനും എഴുതി. എടി ദുഷ്ടകളെ, എന്നിട്ട് എന്നോടൊരു വാക്ക് പറഞ്ഞു നിങ്ങൾ. എന്താ അവിടെ ഒരു സംസാരം? ഓ, അപ്പൊ താൻ മാത്രമേ ഉള്ളൂ എഴുതാതെ വന്നത്. താനൊക്കെ എന്തിനാടോ ഇങ്ങോട്ട് കെട്ടിയെഴുന്നല്ലേ വരുന്നേ?
ഏത് നേരം നോക്കിയാലും ഒന്നുമില്ലേ സംസാരം, അല്ലെങ്കിൽ ഉറക്കം. സോറി സാർ. സോറി പോലും. സോറി എന്ന് പറയുന്നതിനൊക്കെ വിലയുണ്ട്. അത് താനായിട്ട് കളയരുത്. അല്പം മര്യാദ ഉണ്ടോ തനിക്കൊക്കെ? ഇത് എൻ്റെ ക്ലാസ്സിൽ തന്നെ വന്ന് പെട്ടല്ലോ എൻ്റെ ദൈവമേ. ഇനി മേലെ എൻ്റെ ക്ലാസ്സിൽ തന്നെ കണ്ടുപോകരുത്. പൊയ്ക്കോ. നിനക്ക് സാർ അങ്ങനെ പറഞ്ഞപ്പോ സങ്കടായോ? സോറി എടി, ഞങ്ങൾ സംസാരിച്ച കാരണല്ലേ നിനക്ക് സാറിന്റെ കയ്യിൽ നിന്ന് വഴക്ക് കേട്ടത്. അതൊന്നും സാരില്ലടി, പുള്ളിക്ക് എന്നെ എന്തോ കാണുന്നത് തന്നെ ഇഷ്ടമല്ലാന്ന് തോന്നുന്നു. എന്റെ ഈ മൂഡ് മാറ്റാൻ നമുക്ക് ഷോപ്പിങ്ങിന് പോവാം. ഹലോ, ആ വരാം. എന്താടി അമ്മ വിളിച്ചേ? ആ അറിയില്ല, വേഗം അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. എന്നാ നീ പൊയ്ക്കോ. നീ കേറി വാ. എന്താ അമ്മ വിളിച്ച? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല, ആദ്യം നീ പോയി ഫ്രഷ് ആയിട്ട് എന്നിട്ട് പറയാൻ ബാക്കിയല്ല. അമ്മ കഴിക്കാൻ വല്ലതെന്താ? പറ മനുഷ്യ അങ്ങോട്ട്. നിങ്ങളോടല്ലേ പറയാൻ പറഞ്ഞേ? രണ്ടുപേരും ഒന്ന് നിർത്ത്, ഞാൻ പറഞ്ഞോളാം അവളോട്. മോളെ, നിന്നെ പെണ്ണ് കാണാന്നുള്ള ഒരു കൂട്ടര് വരും. ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഇനി ആരും എൻ്റെ അടുത്തേക്ക് വരാൻ നിൽക്കണ്ട. ഞാൻ അപ്പോഴേ നിങ്ങളോട് പറഞ്ഞതല്ലേ ഇതൊന്നും വേണ്ടെന്ന്. നിങ്ങൾ എവിടെ ഇരിക്കും, ഞങ്ങൾ പോയി സംസാരിച്ചു നോക്കാം അവളോട്. മോളെ കുക്കി, ഇത് നല്ല ബന്ധവാ. അച്ഛൻ്റെ ഫ്രണ്ടിനെ മോനാ. എനിക്ക് പഠിക്കണം. മോളെ, കല്യാണം കഴിഞ്ഞാലും പഠിക്കാം. മോള് തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. അച്ഛനും അമ്മയും എത്രമാത്രം ആഗ്രഹിച്ചു കാണും ഈ കല്യാണം. ആ ശരി, ഞാൻ സമ്മതിക്കാം. അച്ഛൻ്റെ അമ്മയുടെ സന്തോഷമായി എനിക്ക് വലുത്. അവരോട് പോയി പറഞ്ഞേക്ക് എനിക്ക് സമ്മതമാണ്. അമ്മേ, സംഗതി വർക്കൗട്ട് ആവോ? അതിന് ഞാൻ ഗ്യാരണ്ടി ഇത് നടക്കും. കൂക്കി സത്യങ്ങൾ അറിഞ്ഞു കഴിയുമ്പോ അവൾ എല്ലാരെയും എടുത്തിട്ട് അലക്കാതിരുന്നാ മതി. ആ തിരുവ കുറച്ചുനേരം അടച്ചു വെക്കൂ. അവര് വന്നെന്ന് തോന്നുന്നു, നീ പോയി കുക്കിനെ കൂട്ടി വാ. തൊട്ട പൗർണമി തൊട്ട് തൊട്ട് നിൽക്കവേ പുത്തുലഞ്ഞു നിന്നോ താരകൾ. കുക്കി, നീ അവരുടെ മുഖത്തേക്കൊന്ന് നോക്ക്. സാറോ? സാറെന്താ ഇവിടെ? അമ്മായി അമ്മാനും നിങ്ങളെപ്പറ്റി? എടി കുക്കി, ഇതാരാന്ന് നിനക്ക് മനസ്സിലായില്ലേ? ഇത് മനുവേട്ടനാ. ഏട്ടനാ നിന്നെ പെണ്ണ് കാണാൻ വന്നേ. എന്നിട്ടെന്താ എന്നോട് പറയാഞ്ഞേ? ഞാനാ പറഞ്ഞ നിന്നോട് പറയണ്ടെന്ന്. നിനക്ക് സർപ്രൈസ് ആയിട്ടേന്ന് വെച്ചു. ഇതാണോ സർപ്രൈസ്? എന്തായാലും ഇത്രയല്ലേ, ബാക്കിയെല്ലാം നിങ്ങൾ തന്നെ തീരുമാനിച്ചോ. മോളെ കുക്കി, വിളിക്കണ്ട, ദേഷ്യം തീരുമ്പോ താനേ വന്നോളൂ. നിതിൻ സാറായിരുന്നു എൻ്റെ മനുവേട്ടൻ. ഞാൻ ഇത്ര ആഗ്രഹിച്ച മനുവേട്ടൻ്റെ കൂടെയുള്ള ജീവിതം. പക്ഷേ എന്ന് ഏട്ടന് ചിരജീവന പ്രസുഖ ഭരിത മഞ്ജുളതര ശൃംഗാരേ സഞ്ചാരേ അധര രുചിത മധുരിത ഭഗ സുധന കനക പ്രശമ നിരത ബാന്ധവ്യേ മാംഗല്യേ മമ തവ സതി സമദശ ശത മുദ മന ശുഭ സുമന ലയിവ സുസുത സഹിത കാമം വിരഹ രഹിത ഭാവം ആനന്ദ ഭോഗം ആജീവകാലം പാശാനുബന്ധം കാലാനുകാലം. ഇന്ന് നമ്മളെ കാല് അതാണ് റൂം. മോൾ അങ്ങോട്ട് ചെല്ല. ശരി അമ്മായി. ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു. അനക്കൊന്നുമില്ലല്ലോ. എന്താ, മനുഷ്യനെ പേടിപ്പിക്കാൻ വന്നാണോ? നീ താഴെ കിടന്നാ മതി. പിന്നെ നമ്മുടെ കല്യാണം കഴിഞ്ഞ കാര്യം കോളേജിൽ അറിയാൻ പാടില്ല, കേട്ടല്ലോ? ആരോടും ഞാനായിട്ട് പറയില്ല. പിന്നെ ഇപ്പൊ ഞാൻ നിങ്ങളുടെ ആരാ? ഭാര്യ. ആണല്ലോ. നിങ്ങൾക്കുള്ള അതേ അവകാശം എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ ബെഡിൽ കിടക്കും. നിങ്ങൾ വേണേൽ ആ സോഫയിൽ പോയി കിടന്നോ. നിങ്ങൾക്ക് വീട് മാറേണ്ട ആവശ്യമുണ്ടോ? കോളേജിലേക്ക് പോവാൻ അതാ എളുപ്പം. ഇത് അവളല്ലേ? മനു, എൻ്റെ വീട്ടിൽ കല്യാണം ഉറപ്പിച്ചു. എനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല. നീ എന്നോട് ക്ഷമിക്കണം. അച്ഛന് വയ്യാത്തതുകൊണ്ടാണ് ഞാനിതിന് സമ്മതിച്ചത്. അല്ലെങ്കിൽ ഞാൻ നിൻ്റെ കൂടെ ഇറങ്ങി വന്നേനെ. പിന്നെ കല്യാണം കഴിഞ്ഞാലും എൻ്റെ മനസ്സിനും ശരീരത്തിനും നീ മാത്രമേ ഉള്ളൂ അവകാശിയായിട്ട്. അയാളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഞാൻ നിൻ്റെ അടുത്ത് തന്നെ വരും. പാറു, നീ എന്താ ഹോസ്പിറ്റലില്? അതും മനു, തനിക്കെന്നെ ഓർമ്മ ഉണ്ടോ? ഉണ്ട്, വരുണല്ലേ? ആ, അപ്പൊ ഓർമ്മയുണ്ട്.
നിനക്ക് പാറുവിനെ അറിയൂ? ഇവളിപ്പോൾ എൻ്റെ ഭാര്യ. ഇവള് 1 month പ്രഗ്നൻ്റ് ആണ്. ഡോക്ടറിനെ കാണിക്കാൻ വന്നതാ. അല്ല, നീ എന്താ ഇവിടെ? ഞാനൊരു ഫ്രണ്ടിനെ കാണാൻ വന്നതാ. അല്ല, അപ്പോൾ നിങ്ങൾ അറേഞ്ച് മാരേജ് ആയിരുന്നല്ലേ? അല്ല, നിനക്കറിയായിരുന്നില്ലേ എൻ്റെ മറ്റേ 6 വർഷത്തെ ഓൺലൈൻ പ്രണയം? അവളാ ഇത്. വീട്ടിൽ സമ്മതിക്കാതിരുന്നപ്പോൾ ഇവൾ എൻ്റെ കൂടെ ഇറങ്ങി വന്നു. ഇപ്പോൾ 2 വർഷമായി. അത് ആരെയും വിളിക്കാൻ പറ്റാതിരുന്നേ. ഞാൻ പോയി മെഡിസിൻ വാങ്ങിയിട്ട് വരാം. അത് ഒന്നും പറയണ്ട. കാശുള്ളവനെ കണ്ടപ്പോൾ നീ അങ്ങോട്ട് പോയി. ഇത്രയും നാൾ നീ വിളിക്കുന്ന നോക്കി നിന്ന് ഞാൻ മണ്ടൻ. നീ കാരണവാ കുക്കീനെ ഞാൻ. എന്താ നേരത്തെ തിരിച്ചു വന്നേ? ഒന്നുമില്ല. ഒരു കാരണവുമില്ലാതെ തിരിച്ചു വരില്ലല്ലോ. കാര്യം പറ. ഇത് വലിയ ശല്യമായല്ലോ. ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? നീ എന്ന് വന്നോ അന്ന് തുടങ്ങിയ കഷ്ടകാലവ. ഒന്ന് ഒഴിഞ്ഞു പോവോ എൻ്റെ ജീവിതത്തിൽ നിന്ന്? ഞാൻ ഒരു ശല്യമായിരുന്നല്ലേ? ഞാൻ ഒരിക്കലും ശല്യം എൻ്റെ ജീവിതത്തിലേക്ക് വരില്ല. ഞാൻ പോകുക. അങ്ങനെ ഒന്നും അവളോട് പറയണ്ടായിരുന്നു. അതിനവളൊന്നും ചെയ്തില്ലല്ലോ. പാറുവിനോടുള്ള ദേഷ്യത്തിൽ അവളോട് അങ്ങനെയൊക്കെ ഒരു സോറി പറഞ്ഞേക്കാം. കുക്കി കുക്കി ഇവളിത് എവിടെ പോയി? കേറിനാമോനെ, അല്ല ഒറ്റക്കുള്ള കുക്കിയില്ലേ? അതമ്മേ. ഹലോ, ആരാ? ആണോ? വേഗം തന്നെ വരാം. ആരാച്ചാ വിളിച്ചേ? കുക്കി ഹോസ്പിറ്റലിൽ നിന്നാ വിളിച്ചേ. കുഴപ്പമൊന്നുമില്ല, വീട്ടിൽ പറഞ്ഞതാ, വീട്ടിലേക്ക് കൊണ്ടുപോവാം. കുക്കിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി ഞാൻ നോക്കിക്കോളാം അവളെ. ഞങ്ങളിന്ന് വൈകിട്ട് വീട്ടിലേക്ക് പോകുക. അവൾ എങ്ങോട്ടും വരുന്നില്ല. ഇത്രയും ദ്രോഹിച്ചത് പോരെ? അജു, എന്താ അജുവേട്ടൻ പറഞ്ഞത് സത്യല്ലേ? ഇങ്ങനെ കാരണല്ലേ കുക്കി വീട് വിട്ടു പോയത്? നീതു വേണ്ട, ഇവര് പറഞ്ഞതാ ശരി. ഞാൻ കാരണം. നിങ്ങൾ വഴക്കിടണ്ട, ഞാൻ പൊയ്ക്കോളാം. എല്ലാവർക്കും ഇപ്പൊ സമാധാനായില്ലേ? എല്ലാരെയും പോയി ഹാളിലേക്ക് വിളിക്കേ. എന്താ വിളിപ്പിച്ചേ? അതോ, ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങളതിന് കൂട്ടു നിൽക്കണം. ആദ്യം കാര്യം എന്താന്ന് പറ, എന്നിട്ട് ആലോചിക്കാം കൂട്ടു നിൽക്കണോന്ന്. മോള് വന്നോ? ആമാ, എനിക്കൊരു തലവേദന. ഞാനൊന്ന് കിടക്കട്ടെ. എന്റെ ദൈവമേ, ഇനിയെങ്കിലും എല്ലാം ശരിയായാ മതിയായിരുന്നു. എല്ലാം ശരിയാവും. ആയാ മതി. നീയൊന്നും മിണ്ടരുത്. നിങ്ങളല്ലേ അങ്ങനെ ഇമോഷണൽ ആക്കിയത്. ആ വിഷമത്തില അയാൾ എന്റെ പാവം കൊച്ചിനായിട്ട് നാട് വിട്ടുപോയത്. പാറു, മതി, ഓവറായി. കുക്കി വരുന്നുണ്ട്, തുടങ്ങിക്കോ. കുക്കി, ഇന്നല്ലേ നിന്റെ ബർത്ത്ഡേ? ആണെന്ന് തോന്നുന്നു. തോന്നലല്ല, ആണ്. നമുക്ക് സെലിബ്രേറ്റ് ചെയ്താലോ? ഒറ്റക്ക് പോയി ചെയ്താ മതി. അല്ല കുക്കി, അമ്മായി കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, നമുക്ക് പോയി കട്ട് ചെയ്യാം. അമ്മായി, മനുവേട്ടനില്ലാതെ ഞാനെങ്ങനെയാ? അവൻ എങ്ങോട്ടെല്ലാം പോട്ടെ. 1 വർഷമായി അവൻ ഇവിടെ നിന്ന് പോയിട്ട്. ഒന്ന് വിളിച്ചന്വേഷിച്ചു പോലുമില്ല. നമ്മളെ വേണ്ടാത്തവരെ നമുക്കും വേണ്ട. അമ്മായി, ആർക്ക് വേണ്ടെങ്കിലും എനിക്ക് വേണം മനുവേട്ടനെ. മുകളിൽ എന്തോ സൗണ്ട്. വാ, നമുക്ക് പോയി നോക്കാം. അവിടെ എന്തുണ്ടല്ലോ? നീ ഒന്ന് പോയി നോക്കിയേ, അതെന്താന്ന്. ഞാനോ? നീ തന്നെ ചെല്ല്, ഞങ്ങളിതൊന്ന് കാണട്ടെ. പോവാ. എവിടായിരുന്നട കാലമാട നിങ്ങൾ ഇത്രയും നാളും? അതിന് ബിസിനസിന്റെ കാര്യമായിട്ട് പോവേണ്ടി വന്നു. ഇപ്പൊ എന്തായാലും ഞാനിങ്ങ് വന്നില്ലേ, പിന്നെന്താ? അങ്ങേരുടെ ഒരു ബിസിനസ് അന്ന് പിണങ്ങി ഇറങ്ങി പോയതല്ലേ. പിന്നെ കോളേജ് പ്രൊഫസറായി തനിക്കെന്ത് ബിസിനസ്? അത് നമുക്ക് ബിസിനസ് ഉണ്ട്, അത് നിനക്കറിയില്ലേ. ഞാൻ തിരിച്ചു വരാൻ നിന്നതാ, പക്ഷെ പെട്ടെന്ന് വിളിച്ചപ്പോ പോവേണ്ടി വന്നു. ഒന്നും പറയാനും പറ്റിയില്ല. അല്ലല്ലോ എന്നെക്കാ വലുത് ബിസിനസ് ആയിരിക്കും. തിരിച്ചു വെക്കും. പെണ്ണ് സമ്മതിക്കില്ല.